96 വർഷത്തെ പാരമ്പര്യമുള്ള വടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇടവക തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ വിമൽ ഫ്രാൻസിസ് വെളിയത്ത് പറമ്പിൽ ഈ വർഷത്തെ ഇടവക തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റി. ഫാദർ ഫ്രാൻസിസ് MSFSന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ ഒരുക്ക ഏകധ്യാനവും നടന്നു. സെബസ്ത്യാനോസ് പുണ്യാളന്റെ യഥാർത്ഥ തിരുനാൾ ദിനമായ നാളെ കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും വൈകുന്നേരം 5 മണിക്ക് ജപമാലയും തുടർന്ന് ആഘോഷമായ ദിവ്യബലിയും ഉണ്ടായിരിക്കും. ഇടവക തിരുനാളിന്റെ പ്രധാന ദിവസങ്ങളായ ജനുവരി 25, 26 തീയതികളിൽ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. ജനുവരി 25 വൈകുന്നേരം ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കും. ജനുവരി 26 രാവിലെ 10 മണിക്ക് ജപമാലയും ആഘോഷമായ ദിവ്യബലിയും തുടർന്ന് പ്രദക്ഷിണവും സ്നേഹവിരുന്നും ഉണ്ടാവും. വർഷങ്ങളായി നാനാജാതി മതസ്ഥർ വടകര സെന്റ് സഭാലയത്തിൽ വന്ന മാധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അനുഗ്രഹ സമൃദ്ധമായ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ തിരുനാൾ വേളയിൽ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും സ്വായത്തമാക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഇടവക വികാരി ഫാദർ വിമൽ ഫ്രാൻസിസ് വെളിയത്ത് പറമ്പിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. വടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ 96 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ദേവാലയത്തിൽ ഇന്ന് തിരുനാളിന് കൊടിയേറുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം നമ്മുടെ ഇടവക തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് തിരുനാൾ ആഘോഷിച്ച് തിരുനാളിന് തുടക്കം കുറിച്ച് നമ്മൾ ഇന്നൊരു ദിവസത്തെ ധ്യാനം നടക്കുകയാണ്. നാളെ ആണ് നമ്മുടെ പുണ്യവാളൻ്റെ പ്രധാന തിരുനാൾ ദിവസം. ജനുവരി 20 നമ്മുടെ കോഴിക്കോട് രൂപതയുടെ വികാർ ജനറലായ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിലായിരിക്കും നാളെ ദിവ്യബലിക്ക് നേതൃത്വം കൊടുക്കുക. തിരുനാളിൻ്റെ പ്രധാന ദിവസങ്ങളായിട്ടുള്ള ജനുവരി 25, 26 തീയതികളിൽ ആഘോഷമായ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകമായിട്ട് ജനുവരി 25-ാം തീയതി നമ്മൾ നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടായിരിക്കും നമ്മുടെ ദിവ്യബലിക്ക് ശേഷം. അതിന് പിറ്റേ ദിവസം ജനുവരി 26-ന് ആഘോഷമായ ദിവ്യബലി. ഈ പ്രധാന ദിവസങ്ങളിലേക്ക് വിശ്വാസികളായ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വടകര നാടിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് ലഭിച്ചതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് കടന്നു വരാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ടും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.